നമ്മളിൽ ഭൂരിഭാഗം പേരും ഭാവിയിലേക്കായി പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിൽ ഒന്നാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള KSFE ചിട്ടികൾ. എന്നാൽ വെറും ഒരു സമ്പാദ്യം എന്നതിലുപരി കൃത്യമായ ചില തന്ത്രങ്ങളിലൂടെ ചിട്ടിയിൽ നിന്നും ലക്ഷങ്ങളുടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ബുദ്ധിപൂർവ്വം ചിട്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കാം. ആദ്യം തന്നെ ചിട്ടി എന്നാൽ എന്താണെന്ന് നോക്കാം. ചിറ്റ് ഫണ്ട് ആക്ട് അനുസരിച്ച് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഓരോ മാസവും ഒരു നിശ്ചിത തുക വീതം അടയ്ക്കുകയും ഈ തുക നറുക്കെടുപ്പിലൂടെയോ ലേലത്തിലൂടെയോ ഓരോരുത്തർക്കായി നൽകുകയും ചെയ്യുന്ന സുരക്ഷിതമായ പദ്ധതിയാണിത്. നിലവിൽ KSFEയിൽ 25 മാസം മുതൽ 120 മാസം വരെ കാലാവധിയുള്ളതും പ്രതിമാസം 1000 രൂപ മുതൽ 6 ലക്ഷം രൂപ വരെയുള്ളതുമായ വിവിധ ചിട്ടികൾ ലഭ്യമാണ്. നമ്മുടെ വരുമാനത്തിന് അനുയോജ്യമായ ചിട്ടി നമുക്കിതിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഇനി ചിട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില പ്രായോഗിക തന്ത്രങ്ങൾ വ്യക്തമാക്കാം. ഒന്ന്, മൾട്ടി ഡിവിഷൻ ചിട്ടികൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. സാധാരണ ചിട്ടികളെക്കാൾ എപ്പോഴും ലാഭം തരുന്നത് മൾട്ടി ഡിവിഷൻ ചിട്ടികളാണ്. കാരണം ഇതിൽ ഒരേ സമയം 4 ഡിവിഷനുകൾ ഉണ്ടാകും. ഒരു ഡിവിഷനിൽ നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഫോർമാൻ കമ്മീഷൻ മാത്രം കുറച്ച് മുഴുവൻ തുകയും ലഭിക്കും. ബാക്കി 3 ഡിവിഷനുകൾ ലേലം ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്തരം ചിട്ടികളിൽ എല്ലാ മാസവും ലേലം നടക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ലാഭവിഹിതം വളരെ കൂടുതലായിരിക്കും. ഇത് നമ്മൾ അടയ്ക്കേണ്ട മാസത്തവണകളുടെ സംഖ്യ ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കും. 2, തുടക്കത്തിലെ ലേലം വിളി ഒഴിവാക്കുക എന്നതാണ്. പണം അത്യാവശ്യമാണെങ്കിൽ പോലും ചിട്ടിയുടെ ആദ്യത്തെ മാസങ്ങളിൽ പരമാവധി ഡിസ്കൗണ്ടിൽ ചിട്ടി വിളിച്ചെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് പിന്നീട് നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. 3, പകുതി കാലാവധി വരെ കാത്തിരിക്കുക എന്നതാണ്. പണത്തിന് അടിയന്തര ആവശ്യമില്ലാത്തവർക്ക് ചിട്ടിയുടെ പകുതി കാലാവധി കഴിയുന്നതുവരെ കാത്തിരിക്കാം. ഈ സമയമാകുമ്പോഴേക്കും ലേലം വിളിക്കാൻ ആളുകളുടെ എണ്ണം കുറയും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഡിസ്കൗണ്ടിൽ വലിയൊരു തുക നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ ഇത് വിളിച്ചെടുക്കാൻ സാധിക്കും. 4, ഏറ്റവും മികച്ച സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ചിട്ടിയുടെ പകുതി കാലാവധിയിൽ ഭേദപ്പെട്ട തുകയ്ക്ക് ചിട്ടി വിളിച്ചെടുക്കുക. എന്നിട്ട് ആ പണം KSFEയിൽ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിക്കുക. ഇതിലൂടെ ഈ തുകയ്ക്ക് നിങ്ങൾക്ക് ഉയർന്ന പലിശ ലഭിക്കും. ആ പലിശ ഉപയോഗിച്ച് ബാക്കിയുള്ള മാസങ്ങളിലെ ചിട്ടി തവണകൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം എടുക്കാതെ തന്നെ എളുപ്പത്തിൽ അടച്ചു തീർക്കാം. ഇനി പണം ഒട്ടും ആവശ്യമില്ലാത്തവരാണെങ്കിൽ ചിട്ടി വിളിക്കാതെ അവസാനം വരെ കാത്തിരിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ മാസത്തെയും ഡിവിഡൻഡ് കുറച്ച് വളരെ കുറഞ്ഞ തുക മാത്രം അടച്ചാൽ മതിയാകും. അവസാനം ചിട്ടി കാലാവധി കഴിയുമ്പോൾ വലിയൊരു തുക ലാഭമായി കൈപ്പറ്റുകയും ചെയ്യാം. റിസ്ക് ഇല്ലാതെ പണം സമ്പാദിക്കാനും കൃത്യസമയത്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും KSFE ചിട്ടികളിലെ ഈ തന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും അറിവിലേക്ക് മാത്രമുള്ളതാണ്. KSFE ചിട്ടികളിലെ നിക്ഷേപങ്ങളും ലേലം വിളികളും തികച്ചും വ്യക്തിപരമായ സാമ്പത്തിക തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതിനാൽ ഏതെങ്കിലും ചിട്ടിയിൽ ചേരുന്നതിന് മുൻപോ ലേലം വിളിക്കുന്നതിന് മുൻപോ KSFEയുടെ ഔദ്യോഗിക ചട്ടങ്ങളും നിബന്ധനകളും കൃത്യമായി വായിച്ചു മനസ്സിലാക്കുകയും തൊട്ടടുത്തുള്ള ശാഖയുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. ഈ വിവരങ്ങൾ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.